ഇന്നത്തെ സമൂഹത്തിൽ സ്കൂൾ കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം ഒരു ഭീകരമായ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളിലുള്ള ചെറിയ ചെറിയ പെരുമാറ്റ വ്യത്യാസങ്ങളും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് കുറെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. നല്ല ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ അത്ര ഊർജ്ജസ്വലനാകാതെ ഇരിക്കുന്നു, മറ്റു വ്യക്തികളുമായി അധികം ഇടപഴകാതിരിക്കുന്നു, ഉറക്കക്കുറവ് കാണിക്കുന്നു, അവൻ തന്നെ അവന്റെ ഒരു മുറിയിൽ അടച്ചിട്ട് ഇരിക്കാനുള്ള പ്രവണത കാണിക്കുന്നു, കുളിക്കുകയോ ഡെയിലി റുട്ടീൻസ് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലായ്മ, അമിതമായ കോപം, നിയന്ത്രിക്കാനാവാതെ ദേഷ്യപ്പെടുന്നു, അക്രമാസക്തനാവുന്നു മുതലായ രീതിയിലുള്ള പെരുമാറ്റ രീതികൾ കുട്ടികൾ കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾ നിരീക്ഷിക്കേണ്ടതാണ്. എന്താണ് നമ്മുടെ കുട്ടിയിൽ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതുമാണ്. പഠനത്തിനോടുള്ള താല്പര്യക്കുറവ്, ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരികയും ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ് മുതലായ പ്രശ്നങ്ങളിലേക്ക് വരികയും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പഠിത്തത്തിൽ വളരെ ലോ ആകുകയും പിൻവാങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പതിവായിട്ട്. കുട്ടികളിൽ ഒരു പെരുമാറ്റ വ്യത്യാസം കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾ അത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയുകയും കുട്ടിയുമായി അതിനുള്ള ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിന് എന്ത് നടപടികൾ കൈക്കൊള്ളണമെന്ന് തീരുമാനിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുട്ടിയും പാരന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എപ്പോഴും തുറന്ന ഒരു ആശയവിനിമയത്തിനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടിയിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റ വ്യത്യാസങ്ങൾ കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സൂചന പോലും കിട്ടുകയാണെങ്കിൽ കുട്ടീനെ ശകാരിക്കുകയോ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷാ നടപടികളിലേക്കോ പോകാതെ ഇരിക്കുക. കുട്ടിക്ക് തന്നെ വീട്ടില് ഒരു എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ കേൾക്കും, എന്നെ മനസ്സിലാക്കും ഉള്ള ഒരു വിശ്വാസം രക്ഷിതാക്കൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇതിൽ നിന്നും കുട്ടികളുടെ ലൈഫിൽ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതെന്ന് ഒരു പരിധിവരെ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓർക്കുക, ലഹരി ഈ സമൂഹത്തിന്റെ തന്നെ ഒരു വിപത്താണ്. ലഹരിക്കെതിരെ പോരാടാൻ നാം ഉൾപ്പെടുന്ന സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.